അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖിലെ 7ാമത്തെ പാഠം അദ്ദർസു സാബിഅ അസ്സലാത്തു ലി അവ്വലി വഖ്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കഅബയുടെ അടുത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് 2 തവണ ഇമാമായി നിസ്കരിച്ചു. ആദ്യ തവണ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ സമയത്ത് ളുഹർ നിസ്കരിച്ചു. ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമായ സമയത്ത് അസ്ർ നിസ്കരിച്ചു. നോമ്പ് തുറക്കുന്ന സമയത്ത് മഗ്രിബ് നിസ്കരിച്ചു. മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞ സമയത്ത് ഇശാ നിസ്കരിച്ചു. നോമ്പുകാരൻ ഭക്ഷണം ഹറാമാകുന്ന സമയത്ത് സുബഹ് നിസ്കരിച്ചു. പിറ്റേ ദിവസം ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമാകാറായ സമയത്ത് ളുഹർ നിസ്കരിച്ചു. ഒരു വസ്തുവിൻ്റെ നിഴൽ 2 മടങ്ങായ സമയത്ത് അസ്ർ നിസ്കരിച്ചു. നോമ്പ് തുറന്ന സമയത്ത് മഗ്രിബ് നിസ്കരിച്ചു. രാത്രിയുടെ 1/3 സമയത്ത് ഇശാ നിസ്കരിച്ചു. നേരം പുലരാറായ സമയത്ത് സുബഹ് നിസ്കരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇത് മുൻകഴിഞ്ഞ നബിമാരുടെ നിസ്കാര സമയമാണ്. ഈ 2 സമയങ്ങൾക്കിടയിലുള്ളതാണ് നിസ്കാര സമയം. വഖത്തിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും നിസ്കരിച്ച് കാണിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഈ 2 സമയങ്ങൾക്കിടയിലുള്ളതാണ് നിസ്കാര സമയം. ളുഹർ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ മധ്യാഹ്ന നിഴലിനു പുറമെ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമാകുന്നത് വരെ. അസ്ർ ളുഹറിൻ്റെ അവസാന സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലെ കടും ചുവപ്പ് മായുന്നത് വരെ. ഇശാ മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞത് മുതൽ അൽ ഫജ്റു സ്വാദിഖ് വെളിവാകുന്നത് വരെ. സുബഹ് അൽ ഫജ്റു സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. വല്ല കാരണവശാലും സമയം അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗവേഷണം നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. അത്തരം നിസ്കാരം വഖത്തിന് മുമ്പാണെന്ന് പിന്നീട് അറിഞ്ഞാൽ വീണ്ടും നിസ്കരിക്കണം. ഗവേഷണം നടത്താൻ സാധിച്ചില്ലെങ്കിൽ വഖത്തിൻ്റെ പവിത്രതയ്ക്കു വേണ്ടി നിസ്കരിക്കുകയും പിന്നീട് ഖളാ വീട്ടുകയും വേണം. ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കണം. ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. അസ്സലാത്തു ലി അവ്വലി വഖ്തിഹ, നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണെന്ന് അവിടുന്ന് പറഞ്ഞു. ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി നിസ്കാരം ബിന്ദിക്കൽ സുന്നത്താണ്. എന്നാൽ പൂർണ്ണമായി വഖത്തിൽ തന്നെ നിസ്കരിക്കാൻ കഴിയാത്ത രീതിയിൽ പിന്തിക്കൽ ഹറാമാണ്. അറഫ ലഭിക്കാനും അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാനും നിസ്കാരം പിന്തിക്കേണ്ടി വന്നാൽ പിന്തിക്കൽ നിർബന്ധമാണ്. ഉണരുമെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും സമയമായതിനു ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ കറാഹത്താണ്. ഉണരുമെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ഹറാമാണ്. നിസ്കാരം പൂർണ്ണമായും വഖത്തിൽ തന്നെ ലഭിക്കാൻ ഫർളുകൾ മാത്രം ചെയ്ത് നിസ്കരിക്കൽ സുന്നത്തില്ല. സുബഹ് നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, അസ്ർ നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം, വെള്ളിയാഴ്ചയല്ലാത്ത ദിവസങ്ങളിലെ മധ്യാഹ്ന സമയം എന്നീ സമയങ്ങളിൽ കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരവും കാരണം പിന്തിയ സുന്നത്ത് നിസ്കാരവും നിർവഹിക്കൽ കുറ്റകരമാണ്. മേൽപ്പറഞ്ഞ സമയങ്ങളിൽ നിർവഹിക്കേണ്ട നിസ്കാരങ്ങളല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ ഒരു കാരണവുമില്ലാതെ ഈ സമയങ്ങളിലേക്ക് നീട്ടിവെക്കുന്നതിനും ഇതേ വിധിയാണ്. അവ ഖളാ ആയ ഫർള് നിസ്കാരങ്ങളാണെങ്കിൽ പോലും കുറ്റകരമാണ്. നിസ്കാരം സഹിഹാവുകയുമില്ല. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാബിഅ അസ്സലാത്തു ലി അവ്വലി വഖ്തിഹ. നസ്ലു ചേരുമ്പടി ചേർക്കുക. 1. ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി നിസ്കാരം ബിന്ദിക്കൽ. ഉത്തരം സി ആണ്, സുന്നത്ത്. 2. പൂർണ്ണമായി വഖത്തിൽ നിസ്കരിക്കാൻ കഴിയാത്ത വിധം നിസ്കാരം പിന്തിക്കൽ. ഡി ആണ്, ഹറാം. 3. അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ. ഉത്തരം എ, വാജിബ്. ഉണരുമെന്ന് ഉറപ്പുള്ളവൻ സമയമായ ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ. ബി ആണ്, കറാഹത്ത്. ഇനി 2ാമത്തെ വർക്ക് നുക്കമ്മിൽ, പൂരിപ്പിക്കുക. നിസ്കാര സമയം അറിയാൻ വഴിയില്ലെങ്കിൽ ഡാഷ് നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. ഗവേഷണം. 2. മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലെ ഡാഷ് മായുന്നത് വരെ കടും ചുവപ്പ്. 3. സുബ്ഹ് ഡാഷ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അൽ ഫജ്റു സ്വാദിഖ്. ഇനി 3ാമത്തെ വർക്ക് നുജീബ്, ഉത്തരം എഴുതുക.
ഒന്ന്, അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമേത്? ഉത്തരം നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണ്. 2, കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരവും കാരണം പിന്തിയ സുന്നത്ത് നിസ്കാരവും കുറ്റകരമാണ് എപ്പോൾ? സുബഹി നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, വെള്ളിയാഴ്ചയല്ലാത്ത ദിവസങ്ങളിൽ മധ്യാഹ്ന സമയം, അസ്ർ നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം. ചോദ്യം 3, നിസ്കരിക്കാതെ നിസ്കാര സമയമായ ശേഷം ഉറങ്ങുന്നതിൻ്റെ വിധി എന്ത്? ഉണരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും കറാഹത്താണ്, ഉറപ്പില്ലെങ്കിൽ ഹറാമാണ്. ഇനി 4-ാമത്തെ വർക്ക് നക്തുബ് മക്കാല, ഒരു പ്രസംഗം എഴുതുക, മക്കാല എഴുതുക. 1, നിസ്കാര സമയം ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ വിശദീകരണം. ഉത്തരം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബയുടെ അടുത്ത് വെച്ച് ജിബ്രീൽ അലൈഹി ഇസ്ലാം എനിക്ക് 2 തവണ ഇമാമായി നിസ്കരിച്ചു. ആദ്യ തവണ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ സമയത്ത് ളുഹർ നിസ്കരിച്ചു. ഒരു വസ്തുവിൻ്റെ നിഴലതിനോളമായ സമയത്ത് അസ്ർ നിസ്കരിച്ചു. നോമ്പ് തുറക്കുന്ന സമയത്ത് മഗ്രിബ് നിസ്കരിച്ചു. മേഘത്തിലെ കടുംചുവപ്പ് മാഞ്ഞ സമയത്ത് ഇശാ നിസ്കരിച്ചു. നോമ്പുകാരന് ഭക്ഷണം ഹറാമാകുന്ന സമയത്ത് സുബഹി നിസ്കരിച്ചു. പിറ്റേ ദിവസം ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമാകാറായ സമയത്ത് ളുഹർ നിസ്കരിച്ചു. ഒരു വസ്തുവിൻ്റെ നിഴൽ 2 മടങ്ങായ സമയത്ത് അസ്ർ നിസ്കരിച്ചു. നോമ്പ് തുറന്ന സമയത്ത് മഗ്രിബ് നിസ്കരിച്ചു. രാത്രിയുടെ 1/3 സമയത്ത് ഇശാ നിസ്കരിച്ചു. നേരം പുലരാറായ സമയത്ത് സുബഹി നിസ്കരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇത് മുൻകഴിഞ്ഞ നബിമാരുടെ നിസ്കാര സമയമാണ്. ഈ 2 സമയങ്ങൾക്കിടയിലുള്ളതാണ് നിസ്കാര സമയം. ഇനി അവിടെ 5-ാമത്തെ വർക്ക് കാണാം, തഖ്സീസ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുക, ഹോംവർക്ക്. കലണ്ടറിൽ നോക്കി ഈ മാസത്തെ നിസ്കാര സമയ പട്ടിക ഭംഗിയാൽ തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ശേഷം ഉസ്താദിൻ്റെ ഒപ്പ് രേഖപ്പെടുത്തി വീട്ടിൽ ചുമരിൽ തൂക്കിയിടുക. കലണ്ടറിൽ നോക്കിയാൽ നിസ്കാര സമയം എന്ന് പറഞ്ഞ് കാണാം. 2-ാമത്തെ വർക്കാൽ ഫജ്ർ സാദിഖ് നിരീക്ഷിച്ച് അനുഭവം ക്ലാസ്സിൽ റൂമിൽ വിവരിക്കുക. രാവിലെ ഫജ്ർ സാദിഖ്, സുബൈക്ക് മുമ്പ് അല്ലേ ഫജ്ർ സാദിഖ്, നമ്മൾ അത് ശ്രദ്ധിക്കുക, അതിനെ നിരീക്ഷിച്ച് അതിനെപ്പറ്റി കുറിപ്പ് എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.